എട്ടിന്റെ പണി നൽകാൻ ഒരുങ്ങുകയാണോ ഇന്ത്യ? കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കങ്ങൾ ആ സൂചന തന്നെയാണ് നൽകുന്നത്. CCI ആപ്പിളിനെതിരെ വലിയ നടപടിക്ക് ഒരുങ്ങുന്നുവെന്നാണ് സൂചന. വിപണി കൈയെടുക്കാനുള്ള അത്യാർത്തിയിൽ സ്വകാര്യ അവകാശങ്ങൾ പോലും ആപ്പിൾ ലംഘിക്കുന്നുവെന്നാണ് CCIയുടെ കണ്ടെത്തൽ. ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിന്മേൽ ആപ്പിൾ നടപ്പാക്കുന്ന അന്തിമ നിയന്ത്രണത്തിന് കടിഞ്ഞാണിടാനാണ് കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം. ആപ്പ് ഡെവലപ്പർമാരിൽ നിയന്ത്രിത പേയ്മെന്റ് നിയമങ്ങൾ നടപ്പിലാക്കുക വഴി ആപ്പിൾ രാജ്യത്തെ ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് CCI ഉടൻ പുറത്തുവിടുമെന്നാണ് സൂചന. 2021 ഡിസംബർ 31 ടുഗദർ വി ഫൈറ്റ് സൊസൈറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CCIയുടെ അന്വേഷണം ആരംഭിച്ചത്. വിപണിയിലെ ആപ്പിളിന്റെ ആധിപത്യ സ്ഥാനം പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ടുഗദർ വി ഫൈറ്റ് സൊസൈറ്റിയുടെ പരാതി പ്രകാരം ആപ്പിൾ ആപ്പ് ഡെവലപ്പർമാർക്ക് തീർത്തും ന്യായരഹിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായി ആരോപിക്കപ്പെടുന്നു. ഡെവലപ്പർമാർ തങ്ങളുടെ ആപ്പുകൾ ആപ്പിൾ ആപ്പ് സ്റ്റോർ വഴി മാത്രം വിതരണം ചെയ്താൽ മതി എന്ന നിബന്ധന ആപ്പിൾ കമ്പനി നടപ്പാക്കുന്നു എന്നതാണ് പ്രധാനം. ആപ്പ് ഡെവലപ്പർമാർ ആപ്പിളിന്റെ ഇൻ ആപ്പ് പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കണമെന്നും അതിൽ 30% കമ്മീഷൻ ഫീ ആപ്പിളിന് നൽകണമെന്നും ആപ്പിൾ നിബന്ധന വെക്കുന്നു. ആപ്പിളിന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ മാർക്കറ്റ് ലക്ഷ്യമിടുന്ന ഡെവലപ്പർമാർക്ക് ലഭിക്കാവുന്ന പേയ്മെന്റ് ഓപ്ഷനിൽ നിന്ന് വളരെ കുറവാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആപ്പിൾ ആപ്പ് സ്റ്റോർ മാർഗനിർദ്ദേശങ്ങൾ ഏകപക്ഷീയമാണെന്നും വിവേചനപരമായി ഉപയോഗിച്ചുവെന്നും പരാതി ഉയർന്നിരുന്നു. ഇൻ ആപ്പ് വാങ്ങലുകൾക്ക് നിർബന്ധിത 30% കമ്മീഷൻ അന്യായവും അമിതവുമാണെന്നാണ് പരാതി. പ്രത്യേകിച്ചും മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ 2 മുതൽ 5% ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്ന സാഹചര്യത്തിൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിന് പുറത്തു നിന്നും ഉപഭോക്താക്കൾക്ക് ആപ്പുകൾ വാങ്ങാം എന്ന ഓപ്ഷനുകളെ കുറിച്ച് ഉപയോക്താക്കളെ അറിയിക്കുന്നതിൽ നിന്ന് ആപ്പിളിന്റെ മാർക്കറ്റിംഗ് നിയന്ത്രണങ്ങൾ മൾട്ടി പ്ലാറ്റ്ഫോം ആപ്പുകളെ തടയുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പരാതി. ഇത് ആപ്പ് വിതരണ വ്യവസായ മേഖലയിൽ കുത്തകയാകാനുള്ള ആപ്പിളിന്റെ കുതന്ത്രമാണെന്നും പറയുന്നു. ഇതര പേയ്മെന്റ് സൊല്യൂഷനുകൾ നൽകാതെ ആപ്പ് സ്റ്റോറിന്റെ ഉപയോഗം അതിന്റെ ഇൻ ആപ്പ് പേയ്മെന്റ് സിസ്റ്റവുമായി നിയമവിരുദ്ധമായി ബന്ധിപ്പിച്ചതായും ആപ്പിളിനെതിരെ ആരോപിക്കപ്പെടുന്നു. ഈ സമാന ആരോപണങ്ങൾ US-ലും UK-ലും ഉയർന്ന സാഹചര്യത്തിൽ ആപ്പിൾ അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനിലെ നിയമമായ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് അനുസരിച്ച് തങ്ങളുടെ ആപ്പ് സ്റ്റോറിന് പുറമെയുള്ള സ്റ്റോറുകളിൽ നിന്നും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ആപ്പിൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CCI തങ്ങളുടെ അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആപ്പിളിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ആപ്പിളിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും തങ്ങളുടെ ഭാഗം അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയേക്കും. പക്ഷേ ആപ്പിൾ ഈ നീക്കത്തെ പ്രതിരോധിക്കുന്നത് ഇന്ത്യയിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന നിലപാടെടുത്തുകൊണ്ടാണ്. ഇന്ത്യയിൽ വിൽക്കുന്നതിൽ വെറും 0 മുതൽ 5% ഡിവൈസുകളാണ് തങ്ങളുടേത് എന്ന് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു. വിപണിയുടെ 90 മുതൽ 100% അടക്കി വാഴുന്നത് ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് OS-ൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അതൊന്നും പോരെങ്കിൽ ഇൻ ആപ്പ് പേയ്മെന്റ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുക വഴി തങ്ങൾ ആപ്പ് സ്റ്റോർ വഴി നൽകുന്ന ആപ്പുകൾ സുരക്ഷിതമാണല്ലോ എന്ന വാദവും ആപ്പിൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ CCI വാദം ഇങ്ങനെയാണ്: ആപ്പ് സ്റ്റോറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നവയാണ്. iOS ഉപയോക്താക്കൾക്ക് ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നാണ്. അതിനാൽ തന്നെ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ആപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്ന ഡെവലപ്പർമാരെ കമ്പനിയുടെ പേയ്മെന്റ് രീതികൾ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് CCIയുടെ പ്രതിവാദം. എന്തായാലും CCI ആപ്പിളിനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നാണ് ടെക് ലോകം ഉറ്റുനോക്കുന്നത്. ടെക്നോളജി ഭീമൻ ഗൂഗിളിനെതിരെ 1337.76 കോടി രൂപ പിഴ ചുമത്തിയ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഐഫോൺ നിർമ്മാതാവ് ആപ്പിളിനെതിരെ 142 പേജ് റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്.